കിഫ്ബി ധനലഭ്യത ഉറപ്പുവരുത്തി നിർമ്മിച്ച വൈറ്റില കുണ്ടന്നൂർ ഫ്ലൈ ഓവറുകൾ ജനുവരി 9 നാടിന് സമർപ്പിക്കുന്നു. 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. സംഘർഷത്തിലുലഞ്ഞ് അമേരിക്ക. US കോൺഗ്രസ് സമ്മേളിക്കുന്നതിനിടെ ട്രംപ് അനുകൂലികൾ ഇരച്ചുകയറി. സുരക്ഷാസേനയുടെ വെടിവെപ്പിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. വാഷിംഗ്ടണിൽ കർഫ്യൂ. ട്രംപിന്റെ ഫേസ്ബുക്ക്, ട്വിറ്റർ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. വീഡിയോകൾ യൂട്യൂബ് നീക്കം ചെയ്തു. കലാപം ഉണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമെന്ന് ജോ ബൈഡൻ. മുൻമന്ത്രി KK രാമചന്ദ്രൻ മാസ്റ്റർ അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ട്. AK ആന്റണി, ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ ഭക്ഷ്യ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു. 2.5 പതിറ്റാണ്ടിലധികം സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ മണ്ഡലങ്ങളെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്ന UDF. നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങും. തിങ്കളാഴ്ച ചേരുന്ന UDF യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കും. UDFിനോട് വിലപേശി വീണ്ടും PC ജോർജ്. പൂഞ്ഞാറിനൊപ്പം കാഞ്ഞിരപ്പള്ളി കൂടി ആവശ്യപ്പെടും. മലപ്പുറത്ത് ഒരു സീറ്റ് കൂടി നൽകണം. പാലായിൽ മാണി സി കാപ്പനെ അനുകൂലിക്കുമെന്നും ഷോൺ ജോർജ് മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം നാളെ ചേരുന്ന യോഗമെടുക്കുമെന്നും PC ജോർജ് 24-നോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച ഉണ്ടായെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാർട്ടിക്കുള്ളിലെ അനൈക്യവും തിരിച്ചടിയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അശോക് ഗെഹ്ലോട്ടിനെയും G പരമേശ്വരയെയും നിരീക്ഷകരായി നിയോഗിച്ച് AICC. LDF വിടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ശരത് പവാറിനെ ബോധ്യപ്പെടുത്തിയതായി മന്ത്രി AK ശശീന്ദ്രൻ. വസ്തുതകൾ NCP അധ്യക്ഷനോട് വിശദീകരിച്ചെന്നും കൂടിക്കാഴ്ച ശുഭകരമായിരുന്നുവെന്നും AK ശശീന്ദ്രൻ. നിയമസഭാ സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഹാജരാകാൻ നോട്ടീസ് നൽകിയത് നിയമപ്രകാരമെന്ന് കസ്റ്റംസ്. നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെന്നും വിശദീകരണം. നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ ഹാജരാകാൻ കഴിയില്ലെന്ന് K അയ്യപ്പൻ. കസ്റ്റംസിന് മറുപടി നൽകിയത് സ്പീക്കറുടെ ഓഫീസ്. ഡോളർ കടത്ത് കേസിൽ വിസ സ്റ്റാമ്പിംഗ് ഏജൻസി ഉടമകളെ ഇന്ന് ചോദ്യം ചെയ്യും. ഫോർത്ത് ഫോഴ്സ് UAFX സൊല്യൂഷൻ ഏജൻസി ഉടമകളെയാണ് ചോദ്യം ചെയ്യുക. സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം ഇന്ന്. രോഗം മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യത പരിശോധിക്കും. രോഗബാധ സ്ഥിരീകരിച്ച മേഖലകളിലെ പക്ഷികളെ നശിപ്പിക്കുന്നത് ഇന്ന് അവസാനിക്കും. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി മൃഗസംരക്ഷണ വകുപ്പ്. രാജ്യത്ത് 2ാം ഘട്ട കോവിഡ് വാക്സിൻ ഡ്രൈ റൺ നാളെ. ആരോഗ്യമന്ത്രിമാരുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധന്റെ ചർച്ച ഇന്ന്. ജനിതക മാറ്റം വന്ന കൊറോണ വൈറസിന്റെ വ്യാപനത്തിൽ ജാഗ്രത കടുപ്പിച്ചു രാജ്യം. SNC ലാവ്ലിൻ കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. വിശദമായ മറുപടി നൽകാതെ CBI. അനുബന്ധ രേഖകൾ കോടതിക്ക് കൈമാറിയില്ല. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് പ്രതികളെ കുറ്റവിമുക്തരാക്കിയ വിധി ചോദ്യം ചെയ്തുള്ള CBIയുടെ അപ്പീൽ. യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വൈറ്റില മേൽപ്പാലം തുറന്നുകൊടുത്ത സംഭവത്തിൽ 3 V4 കൊച്ചി പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് ആന്റണി, ആൽവിൻ, സാജൻ, സക്കീർ അലി എന്നിവർ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം 7ആയി. നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. സ്വർണ്ണക്കടത്തും സ്പീക്കർക്കെതിരായ ആരോപണങ്ങളും സഭയെ പ്രക്ഷുബ്ധമാക്കാൻ സാധ്യത. സ്പീക്കറെ നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നോട്ടീസ് സഭ പരിഗണിച്ചേക്കും. സംസ്ഥാന ബജറ്റ് 15-ാം തീയതി. തിയേറ്റർ തുറക്കേണ്ടെന്ന ഫിലിം എക്സിബിറ്റേഴ്സ് തീരുമാനത്തിൽ തിയേറ്റർ ഉടമകൾക്ക് എതിർപ്പ്. 13-ാം തീയതിയെങ്കിലും തിയേറ്റർ തുറന്നില്ലെങ്കിൽ വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്ന് ആശങ്ക. തിയേറ്റർ ഉടമകളുടെ ജനറൽ ബോഡി യോഗം 9-ാം തീയതി കൊച്ചിയിൽ ചേരും. കോവിഡ് വ്യാപനം വിലയിരുത്താൻ കേന്ദ്ര ഉന്നതതല സംഘം നാളെ കേരളത്തിൽ. സംസ്ഥാനത്തെത്തുക നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ മേധാവി ഡോക്ടർ SK സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം. സന്ദർശനം സംസ്ഥാനത്ത് 7 ദിവസത്തിനിടെ 30,000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ. കുതിരാനിൽ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുവാൻ MLA K രാജന്റെ ഇടപെടൽ. ഒരാഴ്ചയ്ക്കകം സൂചനാ ബോർഡുകളും റിഫ്ലക്ടറുകളും സ്ഥാപിക്കാൻ കളക്ടർക്ക് നിർദ്ദേശം. ദേശീയപാത അതോറിറ്റി ഉടൻ ഇടപെടണമെന്നും MLA. നടപടി 24 വാർത്താ പരമ്പരയെ തുടർന്ന്. നെടുങ്കണ്ടം രാജ്കുമാർ കസ്റ്റഡി മരണക്കേസിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. രാജ്കുമാറിന്റെ മരണം പോലീസ് മർദ്ദനത്തെ തുടർന്നെന്ന റിപ്പോർട്ടിൽ കണ്ടെത്തലുള്ളതായി സൂചന. അന്വേഷണം തുടങ്ങി 1.5 വർഷത്തിനിടെ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത് 73 സാക്ഷികളെ വിളിച്ചുവരുത്തി. ഡൽഹിയുടെ അതിർത്തികളിൽ ഇന്ന് കർഷകരുടെ ട്രാക്ടർ റാലി. റിപ്പബ്ലിക് ദിനത്തിൽ നടത്താനിരിക്കുന്ന റാലിയുടെ ഡ്രസ് റിഹേഴ്സൽ എന്ന് കർഷക സംഘടനകൾ. സുരക്ഷാ വിന്യാസം വർദ്ധിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ച നാളെ. 2021 കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന്. ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക വിദഗ്ധരുമായുള്ള പ്രധാനമന്ത്രിയുടെ ചർച്ച നാളെ. കോവിഡ് പശ്ചാത്തലത്തിൽ സാമ്പത്തിക വളർച്ച വേഗം കൂട്ടാനും തടസ്സങ്ങൾ മറികടക്കാനുമുള്ള വഴികളും ചർച്ചയാകും.
ചർച്ചകൾ നീതി ആയോഗിന്റെ മേൽനോട്ടത്തിൽ. ദേശീയ വാർത്തകൾ. ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കലുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് പശ്ചാത്തലത്തിൽ വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു കൂടിക്കാഴ്ച. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി. മാംസം, മുട്ട എന്നിവ വിൽക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ഹിമാചൽ പ്രദേശ് സർക്കാർ. തീരുമാനം പക്ഷിപ്പനി ജാഗ്രതയുടെ ഭാഗമായി. സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിനും നിരോധനം. മധ്യപ്രദേശിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത 11 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. മഹാരാഷ്ട്ര ഔറംഗാബാദ് വിമാനത്താവളത്തിന്റെ പേര് ഛത്രപതി സംഭാജി മഹാരാജ് എയർപോർട്ട് എന്ന് മാറ്റണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. ആവശ്യമറിയിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തെഴുതി. പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചുവെന്ന് ഉദ്ധവ് താക്കറെ. കർണാടക, തെലങ്കാന, ഒഡീഷ സംസ്ഥാനങ്ങളിൽ പക്ഷിപ്പനി രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാരുകൾ. തെലങ്കാനയിൽ 1300 ഉദ്യോഗസ്ഥർ രോഗബാധയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ടെന്ന് സർക്കാർ. പക്ഷിപ്പനിക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തെലങ്കാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി തലസാനി ശ്രീനിവാസ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കത്തയച്ച് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ഡൽഹി കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് തുല്യ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. തൃണമൂൽ കോൺഗ്രസ് ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്ന് BJP നേതാവ് അർജുൻ സിംഗ്. നിരവധി TMC പ്രവർത്തകർ BJPയിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ആ പേരുകൾ വെളിപ്പെടുത്തിയാൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്താണുണ്ടെന്നും അർജുൻ സിംഗ്. പഞ്ചാബിലെ സ്കൂളുകൾ തുറന്നു. പ്രവർത്തനം പുനരാരംഭിച്ചത് 5 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും സ്കൂളുകളുടെ പ്രവർത്തനം. ഭാരതരത്ന വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കളെ അതൃപ്തി അറിയിച്ച് സോണിയാഗാന്ധി. സോണിയാഗാന്ധിക്ക് ഭാരതരത്ന നൽകണമെന്നാവശ്യപ്പെട്ട് ഹരീഷ് റാവത്ത് അടക്കമുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു. സമയവും സാഹചര്യവും ഔചിത്യവും നോക്കി വേണം പ്രസ്താവനകൾ എന്ന് സോണിയാഗാന്ധിയുടെ പ്രതികരണം. ജമ്മുകശ്മീരിൽ കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് CRPF ജവാൻ ഉൾപ്പെടെ 2 മരണം. നിരവധി വീടുകൾ ഉൾപ്പെടെ 100ഓളം കെട്ടിടങ്ങൾക്ക് കേടുപാട്. പൂഞ്ച്, കിഷ്ത്വാർ, അനന്ത്നാഗ്, ബാരാമുള്ള, കുപ്വാര, ബന്ദിപ്പോര ജില്ലകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ട്. അറബ് രാജ്യങ്ങളും ഖത്തറുമായുള്ള സൗഹൃദ ബന്ധം പുനഃസ്ഥാപിച്ചത് സ്വാഗതം ചെയ്ത് ഇന്ത്യ. GCC രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന സമാധാന അന്തരീക്ഷം പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ. GCC രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ഊഷ്മളമായി നിലനിർത്തുമെന്നും ഇന്ത്യ. ഒഡീഷയിലെ ഭുവനേശ്വർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരിൽ നിന്ന് തോക്ക് പിടിച്ചെടുത്തു. പുരി സ്വദേശി രാമചന്ദ്ര ജന അറസ്റ്റിൽ. തോക്ക് പിടിച്ചെടുത്തത് ഭുവനേശ്വറിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെ. കർണാടകയിൽ SSLC പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തുമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി S. സുരേഷ് കുമാർ. പരീക്ഷ നടത്തുക കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച്. പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മെയ് മാസത്തിൽ തന്നെ നടത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി. തെലങ്കാനയിൽ ആപ്പുകൾ വഴി വായ്പ വാഗ്ദാനം നൽകി വ്യാപക സാമ്പത്തിക തട്ടിപ്പ്. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 50-ലധികം കേസുകൾ. 113 ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഗൂഗിളിനോട് ആവശ്യപ്പെട്ട് പോലീസ്. അനിൽ അംബാനിയുടെ 3 ബാങ്ക് അക്കൗണ്ടുകൾ വ്യാജമെന്ന് SBI. അനിൽ അംബാനിയുടെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ, റിലയൻസ് ടെലികോം, റിലയൻസ് ഇൻഫാറ്റൽ എന്നീ ബാങ്ക് അക്കൗണ്ടുകളാണ് വ്യാജം. ഓഡിറ്റിനിടെ ഫണ്ടുകളിൽ ക്രമക്കേടും ഫണ്ടുകൾ വഴിതിരിച്ചുവിടലും അടക്കമുള്ളവ കണ്ടെത്തിയെന്നും SBI. 3 അക്കൗണ്ടുകളിലുമായി ഉള്ളത് 49,000 കോടിയോളം രൂപ. ഉത്തർപ്രദേശിൽ 50-കാരി കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പൂജാരിക്കായി അന്വേഷണം ഊർജിതം. കേസിൽ 2 പേർ അറസ്റ്റിൽ. ക്ഷേത്രദർശനത്തിന് പോയ മധ്യവയസ്ക പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഞായറാഴ്ച. സംഭവത്തിൽ കേസെടുക്കാൻ വിസമ്മതിച്ച സ്റ്റേഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഡൽഹിയിൽ സ്കൂളുകൾ തുറക്കുന്ന കാര്യം പരിഗണനയിലെന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. തീരുമാനം കോവിഡ് വാക്സിൻ വിതരണം ആരംഭിക്കുന്നതോടെ. അടുത്തയാഴ്ചയോടെ കോവിഡ് വാക്സിൻ ഡൽഹിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കാനിരിക്കുന്ന കോവിൻ ആപ്ലിക്കേഷന്റെ പേരിലും വ്യാജന്മാർ. പ്ലേ സ്റ്റോറുകളിൽ ഇതിനോടകം തന്നെ നിരവധി വ്യാജ ആപ്പുകളാണ് ഇതേ പേരിൽ പ്രചരിക്കുന്നത്. ഇത്തരം വ്യാജ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. നോട്ട് നിരോധനം രാഷ്ട്രപതിയായ താൻ അറിഞ്ഞിരുന്നില്ലെന്ന് അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയുടെ ആത്മകഥയിൽ വെളിപ്പെടുത്തൽ. തുറന്നു പറച്ചിൽ ദ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന ആത്മകഥയിൽ നോട്ട് നിരോധനത്തെക്കുറിച്ച് ടെലിവിഷനിലൂടെയാണ് അറിഞ്ഞതെന്നും പുസ്തകത്തിൽ പരാമർശം. കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവച്ച അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ച് ഡൽഹി എയിംസ്. രോഗവ്യാപനം നിയന്ത്രണ വിധേയമായതിനാലാണ് ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചതെന്ന് വിശദീകരണം. ഓൺലൈൻ സെക്സ് റാക്കറ്റിലെ 6 പേർ ഡൽഹി സൈബർ സെല്ലിന്റെ പിടിയിൽ. സംഘം 25 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് പോലീസ്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു.
ഒഡീഷയിൽ നാളെ മുതൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കും. പുനരാരംഭിക്കുക 10-12 ക്ലാസുകൾ. കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ക്ലാസുകൾ നടത്തുകയെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. വനാതിർത്തിയിൽ വന്യജീവികളുടെ ആക്രമണമുണ്ടായാൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് അധികാരം നൽകി കേന്ദ്രം. ആക്രമണകാരികളായ വന്യജീവികളെ കൈകാര്യം ചെയ്യുന്നതിൽ ഇനി പഞ്ചായത്തുകൾക്ക് തീരുമാനമെടുക്കാം. വന്യജീവി ആക്രമണത്താൽ വിളകൾ നഷ്ടമാകുന്നവർക്ക് പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് വഴി സഹായം ലഭിക്കും. അന്തർദേശീയ വാർത്ത. കോവിഡ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ സംബന്ധിച്ച് നിരീക്ഷണങ്ങൾ നടത്തിവരികയാണെന്ന് അമേരിക്കൻ പബ്ലിക് ഹെൽത്ത് ഏജൻസി. അലർജി ഉൾപ്പെടെയുള്ള പാർശ്വഫലങ്ങൾ ഉള്ളവർക്ക് വാക്സിന്റെ 2ാമത്തെ ഡോസ് നൽകരുതെന്നും നിർദ്ദേശം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ അടുത്തയാഴ്ച മുതൽ മൊഡേണ കോവിഡ് വാക്സിൻ വിതരണം. മൊഡേണയുടേത് യൂറോപ്യൻ യൂണിയൻ അനുമതി നൽകുന്ന 2ാമത്തെ വാക്സിൻ. യൂറോപ്യൻ യൂണിയൻ കരാർ ചെയ്തിരിക്കുന്നത് 160 ദശലക്ഷം വാക്സിനാണ്. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാർക്ക് കോവിഡ് വാക്സിൻ നൽകാൻ തയ്യാറാണെന്ന് മെക്സിക്കോ. അമേരിക്കൻ സംസ്ഥാനമായ നെബ്രാസ്കയിലെ മെക്സിക്കൻ കുടിയേറ്റക്കാർക്ക് വാക്സിൻ നൽകാനാകില്ലെന്ന് ഗവർണർ പ്രഖ്യാപിച്ചിരുന്നു. 36 സസ്യജന്തുജാലങ്ങളെ വംശനാശ പട്ടികയിൽ ഉൾപ്പെടുത്തി. പട്ടിക പുറത്തുവിട്ടത് അന്താരാഷ്ട്ര പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ IUCN. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിന് ജാമ്യം നിഷേധിച്ച ബ്രിട്ടീഷ് കോടതി. ഒളിവിൽ പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ജാമ്യം നിഷേധിക്കുന്നതെന്ന് വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി. അപ്പീൽ നൽകുന്നുവെന്ന് അസാഞ്ചിന്റെ സുഹൃത്ത് സ്റ്റെല്ല മോറിസ്. അമേരിക്കൻ പാർലമെന്റിൽ നടന്ന കലാപങ്ങളെ അപലപിച്ച് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ സംഭവമെന്നും ഒബാമ. അഫ്ഗാൻ താലിബാൻ സമാധാന ചർച്ച ശനിയാഴ്ച ദോഹയിൽ. ഇരുവിഭാഗത്തെ നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. സമാധാന ചർച്ചകൾ ആരംഭിച്ചത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക സൈനിക പിന്മാറ്റം പ്രഖ്യാപിച്ചതിന് പിന്നാലെ. UK-യിൽ പ്രതിദിന കോവിഡ് മരണനിരക്കിൽ വർധന. പ്രതിദിനം റിപ്പോർട്ട് ചെയ്തത് 1000-ലധികം മരണം. ഇന്നലെ മാത്രം മരിച്ചത് 1041 പേർ. റിപ്പോർട്ട് ചെയ്തത് ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്ക്. കോവിഡ് മരണം വർദ്ധിച്ചതോടെ ചെക്ക് റിപ്പബ്ലിക്കിലെ ശ്മശാനങ്ങളിൽ സ്ഥലപരിമിതി നേരിടുന്നുവെന്ന റിപ്പോർട്ട്. താൽക്കാലിക ശ്മശാനങ്ങൾക്ക് സ്ഥലം കണ്ടെത്തുമെന്ന് സർക്കാർ അറിയിച്ചു. ചെക്ക് റിപ്പബ്ലിക്കിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് 12,436 പേർ. ടിഗ്രേ മേഖലയിൽ എറിത്രിയൻ സൈന്യത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച് എത്യോപ്യൻ മേജർ ജനറൽ ബെലെ സായും. എറിത്രിയൻ സൈന്യം ടിഗ്രയിലുണ്ടെന്ന നിരന്തരമായ അവകാശവാദങ്ങളെ എത്യോപ്യയുടെ ഫെഡറൽ സർക്കാർ നിഷേധിച്ചിരുന്നു. അമേരിക്കൻ നോവലിസ്റ്റ് എറിക് ജെറോം ഡിക്കി അന്തരിച്ചു. 59 വയസ്സായിരുന്നു. 2 പതിറ്റാണ്ടിനിടെ പുറത്തിറക്കിയത് 30 നോവലുകൾ. ഫ്രണ്ട്സ് ആൻഡ് ലവേഴ്സ്, മിൽക്ക് ഇൻ മൈ കോഫി എന്നിവ പ്രധാന രചനകൾ. 6 മാസത്തിലേറെ UAE-ക്ക് പുറത്തായിരുന്ന താമസ വീസക്കാർക്ക് ഈ വർഷം മാർച്ച് 31-നുള്ളിൽ UAE-യിലേക്ക് തിരിച്ചുവരാമെന്ന് വിമാന കമ്പനികൾ. വെബ്സൈറ്റ് വഴി വിവരം പുറത്തുവിട്ടത് എയർ ഇന്ത്യ എക്സ്പ്രസും ഫ്ലൈ ദുബായും. GDRF അനുമതി നിർബന്ധമാണെന്നും അധികൃതർ. രാജ്യത്തിന്റെ പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. പ്രഖ്യാപനം വർക്കേഴ്സ് പാർട്ടി കോൺഗ്രസിൽ. പ്രസ്താവന ആണവായുധങ്ങളുടെ വിപുലീകരണമാണോ എന്നതിൽ വ്യക്തതയില്ല. സൗദി അറേബ്യയിൽ റെസിഡന്റ് പെർമിറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാൻ സൗകര്യം. ഇതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടലായ അബ്ഷിറിൽ നിന്ന് വ്യക്തികളുടെ രേഖകൾ ഡൗൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ. ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ അപ്പെക്സ് സംഘടനകളുടെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഓൺലൈൻ വോട്ടിംഗ് നാളെ. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 മണിവരെ ഓൺലൈൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമെന്ന് അധികൃതർ. സ്പോർട്സ്. സ്പാനിഷ് ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് ജയം. അത്ലറ്റിക് ബിൽബാവോയെ തകർത്തത് 2-3 ഗോളിന്. ലിയണൽ മെസ്സിക്ക് ഇരട്ട ഗോൾ. ഇറ്റാലിയൻ സീരിയയിൽ AC മിലാനെ തകർത്ത് യുവന്റസ്. യുവന്റസിന്റെ ജയം 1-3 ഗോളിന്. ഇരട്ട ഗോൾ നേടി യുവന്റസ് താരം ഫെഡറിക്കോ ചിസ. ഗോകുലം കേരള FC-യുടെ ഔദ്യോഗിക സ്പോൺസറായി CSB ബാങ്ക്. ഈ സീസണിൽ CSBയും ഗോകുലവും ഒത്തുചേർന്ന് പ്രവർത്തിക്കും. I-ലീഗ് പുതിയ സീസണിന് ശനിയാഴ്ച തുടക്കമാകും. ഇംഗ്ലീഷ് ലീഗ് കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി ഫൈനലിൽ ചിരവൈരികളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചാണ് സിറ്റി ഫൈനലിൽ കടന്നത്. സിറ്റിയുടെ വിജയം മറുപടിയില്ലാതെ 2 ഗോളിന്. ജോൺ സ്റ്റോൺസ്, ഫെർണാണ്ടിഞ്ഞോ എന്നിവരാണ് സിറ്റിക്കായി സ്കോർ ചെയ്തത്. തിരികെ 100 ന്യൂസിലേക്ക്. ഇനി ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരത്ത് 11 വയസ്സുകാരനെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. പോത്തൻകോട് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊയ്ത്തൂർക്കോണം കുന്നുകാട് ദാറുസലാമിൽ അബ്ദുൾ ജബ്ബാറിനെ. പോക്സോ വകുപ്പ് ചുമത്തിയ പ്രതി റിമാൻഡിൽ.
കൊല്ലത്ത് പന്തംകൊളുത്തി പ്രകടനം നടത്തി യുവമോർച്ച പ്രകടനം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ലോഗോ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട്. കൊല്ലം ജില്ലയിൽ വീട് കയറി ആക്രമണം നടത്തിയ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് ആക്കുൽ സ്വദേശി രാംജിത്ത്, വാളത്തുങ്ങൽ സ്വദേശി ആദിത്യൻ, മയ്യനാട് സ്വദേശി ജ്യോതിഷ് എന്നിവർ. കൊല്ലം ജില്ലയിൽ കഞ്ചാവുമായി 2 പേർ എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് പോളയത്തോട് സ്വദേശികളായ രാജേന്ദ്രൻ, വിശാഖ് എന്നിവർ 2.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കേരള ബാങ്ക് കോന്നി ശാഖയിലെ ഒരു ജീവനക്കാരന് കോവിഡ്. ബാങ്ക് ശാഖ താൽക്കാലികമായി അടച്ചു. ശുചീകരണത്തിന് ശേഷം തിങ്കളാഴ്ച മുതൽ ശാഖ തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ. ആലപ്പുഴ കായംകുളം ONK ജംഗ്ഷനിൽ പുതിയ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുമെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ MLA. തീരുമാനം നിലവിലുണ്ടായിരുന്ന ട്രാഫിക് ലൈറ്റുകൾ തകരാറിലായതിനെ തുടർന്ന് പുതിയ ട്രാഫിക് ലൈറ്റ് സംവിധാനത്തോടെ ONK ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നും MLA. കോട്ടയത്ത് കീഴൂർ തലപ്പാറ റോഡിൽ പ്രതിഷേധം സംഘടിപ്പിച്ച ജനകീയ സമരസമിതി. പ്രതിഷേധം ടോറസ് മത്സരോട്ടത്തെ തുടർന്ന് യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ടിപ്പർ ലോറികളിലും ടോറസുകളിലും പോസ്റ്റർ പതിക്കുകയും ഡ്രൈവേഴ്സിന് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. ഇടുക്കി മാങ്കുളം ജലവൈദ്യുത പദ്ധതി മാർച്ചിൽ ടെൻഡർ വിളിക്കാൻ സാധ്യത. നടപടി പദ്ധതിക്ക് വേണ്ടിവരുന്ന ഭൂമിയുടെ 90% ഏറ്റെടുത്ത സാഹചര്യത്തിൽ 2 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുക 80 മെഗാവാട്ടിന്റെ പദ്ധതി. ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്ന നിർമ്മാണ നിരോധനത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. സർക്കാർ ഇതിനായി പ്രത്യേക നിയമനിർമ്മാണം നടത്തണം. പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ മുന്നറിയിപ്പ്. എറണാകുളം നായരമ്പലത്ത് യുവാവിനെയും കുടുംബത്തെയും സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചുവെന്ന് പരാതി. ക്രൂരമർദ്ദനമേറ്റത് നായരമ്പലം സ്വദേശി അജയ് ദേവിനും പിതൃ സഹോദരനും. പാറവേക്കാവ് തിരുവമ്പാടി വേലയോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ട്, പൊതുപ്രദർശനം എന്നിവയ്ക്ക് അനുമതിയില്ല. തീരുമാനം കോവിഡ് നിയന്ത്രണങ്ങൾ ജാനുവരി 31 വരെ തുടരുമെന്ന കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ തുടർന്ന്. തൃശൂർ കോർപ്പറേഷൻ നെഹ്റു പാർക്ക് സന്ദർശിച്ച് മേയർ MK വർഗീസ്. മ്യൂസിക് ഫൗണ്ടന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ഡെപ്യൂട്ടി മേയർ ഷാജൻ ശ്രീഗോപാലൻ, കൌൺസിലർ CP പോളി, കോർപ്പറേഷൻ എഞ്ചിനീയർ ഷൈബി ജോർജ് എന്നിവരും മേയർക്കൊപ്പം സന്ദർശനം നടത്തി. തൃശൂർ പടിഞ്ഞാറേപ്പുള്ള കോളനിയിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കോളനി നവീകരണത്തിന് അനുവദിച്ചത് 54 ലക്ഷം രൂപ. നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് നാട്ടിക MLA ഗീതാ ഗോപി. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് പട്ടിത്തറ സ്വദേശികളായ അനിൽജിത്ത്, റഹൂഫ് എന്നിവർ. 700 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. പാലക്കാട് തച്ചമ്പാറയിൽ സ്വകാര്യ ബസ് പാടത്തേക്ക് മറിഞ്ഞ് അപകടം. ബസ് ഡ്രൈവർ കൊണ്ടോട്ടി സ്വദേശി രതീഷ്, കണ്ടക്ടർ പുള്ളിക്കൽ സ്വദേശി ഖുബ്ബത്ത് എന്നിവർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട്ട് നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്. മലപ്പുറം ജില്ലയിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ മുന്നോടിയായി ഇൻക്വസ്റ്റ് ഫോട്ടോ എടുത്ത് സഹായിക്കുന്ന ഫോട്ടോഗ്രാഫർക്ക് ആദരം. തിരൂർ പോലീസ് ആദരിച്ചത് മുതിർന്ന ഫോട്ടോഗ്രാഫർ ബാബ കെ. കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി മലപ്പുറത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ച് കിസാൻ മഹാസഖ്യം. തിരൂർ ടൗൺ ഹാൾ പരിസരത്ത് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് ദക്ഷിണേന്ത്യൻ കോർഡിനേറ്റർ PT ജോൺ. മലപ്പുറം പൊന്നാനിയിലെ കോൾ പാടശേഖരങ്ങളിൽ പുതിയ പദ്ധതികൾക്ക് തുടക്കം. 40 കിലോമീറ്ററിൽ ബണ്ടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും. കാർഷിക മേഖലയിലെ ആധുനിക സൗകര്യങ്ങളും നടപ്പിലാക്കും. മലപ്പുറം ചീക്കോട് ശുദ്ധജല പദ്ധതി അന്തിമഘട്ടത്തിലേക്ക്. മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിൽ ഹൌസ് കണക്ഷൻ നൽകുന്നതിനുള്ള വിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്ന് പദ്ധതിക്കായി അനുവദിച്ചത് 40 കോടി രൂപ. മലപ്പുറം കരുളായി മുണ്ടക്കടവിൽ കാട്ടാന ആക്രമണത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു. 2 പേർക്ക് പരിക്ക്. മലപ്പുറം കൊണ്ടോട്ടിയിൽ പീഡനക്കേസ് പ്രതി പിടിയിൽ. അറസ്റ്റിലായത് നീറാട് സ്വദേശി നിതീഷ്. അറസ്റ്റ് 2 വർഷം മുൻപ് മംഗലാപുരം സ്വദേശി നൽകിയ പീഡന പരാതിയിൽ. മലപ്പുറത്ത് ചേറൂർ ടൗൺ ശുചീകരിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ചേറൂർ കച്ചേരിമാട് വളവിലെ മാലിന്യം നീക്കം ചെയ്തു. വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകുന്നതിനു വേണ്ടി കാടുകളും വെട്ടിമാറ്റി. വയനാട് ബാവലി ചെക്ക് പോസ്റ്റ് സമീപം നടത്തിയ റെയ്ഡിൽ കഞ്ചാവുമായി യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് കൽപ്പറ്റ സ്വദേശി ആഷി, കൃഷ്ണഗിരി സ്വദേശി രോഹിത് എന്നിവർ. 375 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളെ പ്രചരണത്തിനിടയിൽ വ്യക്തിഹത്യ നടത്തിയതായി പരാതി. പുൽപ്പള്ളി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച PN ശിവനെതിരെ. സ്ഥാനാർത്ഥി അത്യാസന്ന നിലയിലെന്ന് CPIM BJP പ്രവർത്തകർ പ്രചാരണം നടത്തിയെന്നാണ് ആരോപണം. വയനാട് മുത്തങ്ങയിൽ വൻ പാൻ മസാല വേട്ട. ലോറിയിൽ കടത്തിയ 700 പാക്കറ്റ് ഹാൻസ് പിടികൂടി. കോഴിക്കോട് സ്വദേശി ഷാഹുൽ ഹമീദ് അറസ്റ്റിൽ.
വയനാട് RTO ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി ഡ്രൈവേഴ്സ്. മോട്ടോർ വാഹന വകുപ്പ് അകാരണമായി വാഹന പരിശോധന നടത്തി ഡ്രൈവേഴ്സിനെ പീഡിപ്പിക്കുന്നുവെന്നാണ് ആരോപണം. വാഹന പരിശോധനയ്ക്കിടെ നിസ്സാര കാരണങ്ങൾ ചുമത്തി പിഴ ഈടാക്കുന്നതായും പരാതി. വയനാട് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പിന് 3 ഇലക്ട്രിക് കാറുകൾ കൂടി അനുവദിച്ചു. ഫ്ളാഗ് ഓഫ് ചെയ്ത് കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള. വാഹനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഓഫ് റോഡ് ചെക്കിങ്ങിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ. കോഴിക്കോട് വടകരയിൽ വാഗ്ഭ്രാന്ത പാർക്ക് നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. CK നാണു MLA അധ്യക്ഷനായി. കളക്ടറേറ്റിന് മുന്നിൽ നടത്തിവന്ന സത്യഗ്രഹം അവസാനിപ്പിച്ച് കണ്ണൂർ ഒടുവള്ളിത്തട്ട് ചെങ്ങര കോളനി നിവാസികൾ. സമരം ഒത്തുതീർപ്പായത് ജെയിംസ് മാത്യു MLAയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ. സമരസമിതി മുന്നോട്ട് വെച്ച 4 ആവശ്യങ്ങളും അംഗീകരിക്കാമെന്ന് കളക്ടറുടെ ഉറപ്പ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ തില്ലങ്കേരി ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിരക്കിൽ മുന്നണികൾ. ഇവിടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് UDF സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന്. പ്രധാന മത്സരം LDF-ലെ ബിനോയ് കുര്യനും UDF-ലെ ലിൻഡ ജെയിംസും തമ്മിൽ. കണ്ണൂർ ജില്ലയിൽ കോവിഡ് വാക്സിന് മുന്നോടിയായുള്ള ഡ്രൈ റൺ നാളെ നടക്കും. ഡ്രൈ റൺ നടക്കുക ജില്ലാ ആശുപത്രി, ആലക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം, ചെറുകുന്ന് സെന്റ് മാർട്ടിൻ ഡി പോറസ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ. ഓരോ സ്ഥലങ്ങളിലും ഓരോ നോഡൽ ഓഫീസർമാർ വീതം നേതൃത്വം നൽകും. കണ്ണൂർ ജില്ലയിൽ ഷിഗല്ല രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K നാരായണ നായക്. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ലയെന്നും ഗുരുതരാവസ്ഥയിലെത്തിയാൽ മരണം വരെ സംഭവിച്ചേക്കാമെന്നും GMO. SSLC +2 വിദ്യാർത്ഥികൾക്കായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആശങ്ക വേണ്ട അരികിലുണ്ട് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ പ്രാദേശിക പിന്തുണാ സമിതികൾ രൂപീകരിക്കാൻ നീക്കം. ഫാക്ട് ചെക്ക്. 1 ലക്ഷം രൂപയുടെ നാണയം റിസർവ് ബാങ്ക് പുറത്തിറക്കിയെന്ന പ്രചാരണം വ്യാജം. വ്യാജ പ്രചാരണം 2015 മുതൽ സമൂഹ മാധ്യമങ്ങളിലുള്ള ചിത്രം സഹിതം. എന്നാൽ റിസർവ് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഒന്നും ഇത്തരത്തിൽ ഒരു നാണയം പുറത്തിറക്കിയതായി വിവരങ്ങൾ ഇല്ല. കർഷക സമരം നാഷണൽ ജിയോഗ്രാഫിക് മാസികയുടെ കവർ ചിത്രമായെന്ന വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം. സിഖ് തലപ്പാവണിയുന്ന ഒരാളുടെ ചിത്രമാണ് നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ കവർ പേജിൽ നൽകിയതായി പ്രചരിക്കുന്നത്. സിംഗുവിലെ കർഷക സമരത്തിൽ നിന്നുള്ളതാണ് ചിത്രമെന്ന് നിരവധി ട്വീറ്റുകൾ പറയുന്നു. സിംഗുവിലെ സമരം ലോകം കാണുന്നുണ്ട് എന്ന തലക്കെട്ടുകളിലാണ് ചിത്രം പ്രചരിക്കുന്നത്. വൈറലായിരിക്കുന്ന ചിത്രം സിംഗുവിലെ കർഷക സമരവേദിയിൽ നിന്നുള്ളതാണ് എന്നത് വസ്തുതയാണ്. എന്നാൽ നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ കവർ ചിത്രമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല. നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ജനുവരി ലക്കത്തിലേത് ബ്ലാക്ക് ലീവ്സ് മാറ്റർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കലാകാരനായ റോബർട്ട് ഈലി സൃഷ്ടിച്ച സ്മാരകത്തിന്റെ ചിത്രമാണ്. ഇപ്പോൾ കിട്ടിയത് അമേരിക്കൻ കോൺഗ്രസ് അതിക്രമങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. കലാപത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീ US എയർഫോഴ്സ് ഉദ്യോഗസ്ഥ ആഷ്ലി ബബിറ്റ് എന്ന് സ്ഥിരീകരണം. പാർലമെന്റിൽ വൻ സുരക്ഷാ സന്നാഹം. രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം 1 കോടി കടന്നു. 24 മണിക്കൂറിനിടെ രോഗം ഭേദമായത് 19,583 പേർക്ക്. 20,346 പേർക്ക് കൂടി പുതുതായി രോഗബാധ. സെൻസെക്സ് 285 പോയിന്റ് നേട്ടത്തിൽ 48,459 വ്യാപാരം ആരംഭിച്ചു. നിഫ്റ്റി 83 പോയിന്റ് ഉയർന്ന് 14,230 വ്യാപാരം തുടങ്ങി. 1,646 കമ്പനികളുടെ ഓഹരികൾ നേട്ടത്തിൽ. 272 ഓഹരികൾ നഷ്ടത്തിൽ. വ്യാപാരം പുരോഗമിക്കുന്നു. നടൻ സോണു സൂദിനെതിരെ പരാതിയുമായി മുംബൈ കോർപ്പറേഷൻ. അനുമതിയില്ലാതെ ജുഹുവിലെ 6 നില കെട്ടിടം ഹോട്ടലാക്കി മാറ്റിയെന്ന് അധികൃതർ. കോവിഡ് കാലത്ത് ലോൺ എടുത്ത് ആളുകൾക്ക് സഹായം എത്തിച്ച വാർത്തകളിൽ ഇടം നേടിയ താരമാണ് സോനു സൂദ്. പുതിയ കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച് കർഷകരുടെ ട്രാക്ടർ റാലി പുരോഗമിക്കുന്നു. ഡൽഹിക്കു സമീപം ഗാസിപൂരിലേക്ക് സംഘത്തിന്റെ യാത്ര. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം. സമരം വീഡിയോയിൽ പകർത്തുമെന്ന് അധികൃതർ. നമസ്കാരം. You are watching 24 from News Headquarters, Kochi. കിഫ്ബി ധനലഭ്യത ഉറപ്പുവരുത്തി നിർമ്മിച്ച വൈറ്റില കുണ്ടന്നൂർ ഫ്ലൈ ഓവറുകൾ ജനുവരി 9 നാടിന് സമർപ്പിക്കുന്നു.